നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ടൂള് അത്ര പോപ്പുലർ ആയിട്ടുള്ള ടൂളൊന്നും അല്ല, പക്ഷെ മാർക്കറ്റിൽ പുതിയൊരു ഉപകരണമാണ്. ഇത് പ്രായമായ ആളുകളും വനിതകളും ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു ടൂളാണ്. കാരണം അവർക്ക് ഈ ടൂളിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി രാത്രിയിലോ ഏതെങ്കിലും സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ടയർ പഞ്ചറാവുക, അതുപോലെ തന്നെ ടയറിന്റെ കാറ്റ് കുറഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അടുത്ത് ടയർ റിപ്പയർ ഷോപ്പുകൾ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഉപകരണം ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ വീലൊന്ന് അഴിച്ച് സ്റ്റെപ്പിന് കയറ്റിയിടേണ്ട ഒരു ആവശ്യകത ഉണ്ടായാൽ പോലും ഈ ഉപകരണം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ആ ടൂള് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ പറഞ്ഞ ടൂള്, കാർ റിപ്പയർ ടൂൾ കിറ്റ്. ഇത് 5 in 1 എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഒരു ടൂൾ കൊണ്ട് 5 ഉപകാരങ്ങൾ, 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടൂൾ നമുക്ക് കാണാം. ഇതാണ് ടൂള്. ടൂളിനകത്ത് ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം. ഇതിനകത്ത് ഇതതിൻ്റെ ജാക്കിയാണ്. ഇവിടെ അതുപോലെ ഒരു ലൈറ്റ് ഉണ്ട്, നമുക്ക് രാത്രി ലൈറ്റ് കാണാൻ പറ്റും. അത് നമുക്ക് കാറ്റടിക്കാനായിട്ട് ഉള്ള കണക്ഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമുക്ക് കാറിൻ്റെ ടയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയറിന് കാറ്റടിക്കാൻ ഇതൊരു ഉപകാരമുണ്ട്. അതുപോലെ ഇത് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജർ, ഫ്രണ്ടിൽ ഒരു സിഗരറ്റ് ലാമ്പ് കണക്ട് ചെയ്യുന്ന ആ ചാർജിങ് പോയിന്റിലാണ് ഇത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ പിന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ 2 ടൈപ്പാണ്, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. ആ മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ട് ചെയ്യേണ്ടത് ഈ സൈഡിലാണ്. ഇവിടെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. ആ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ 2 ഇൻഡിക്കേഷൻ ലൈറ്റ് വരും. കറക്റ്റായിട്ട് കണക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ലൈറ്റ് കാണിക്കും. അതുപോലെ ടയറിൻ്റെ പ്രഷർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 3 സ്വിച്ച് കാണാം. ഈ 3 സ്വിച്ച് പ്രവർത്തിപ്പിച്ച് നമ്മൾ കാണിച്ചു തരും നിങ്ങളെ. ഈ 3 സ്വിച്ചിൻ്റെ ആവശ്യം ഇത് നമുക്ക് ലൈറ്റാണ്. ലൈറ്റ് ഓൺ, ലൈറ്റ് ഓഫാണ്. ഇത് നമുക്ക് എയർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ടയറിനകത്തേക്ക് ഇതിൽ എയർ കയറും. ഇത് നമ്മൾ നടുക്കിട്ട് കഴിഞ്ഞാൽ ഓഫാണ്, 0 to ഓഫാണ്. ഇത് ഈ പൊസിഷനിലേക്ക് ഇട്ട ശേഷം ഇത് ലെഫ്റ്റ് റൈറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് ജാക്കി വർക്ക് ചെയ്യുക. ഇതിനകത്ത് നടുക്ക് 0 ആണ്, അതായത് ഓഫ് പൊസിഷനാണ്. ഇത് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജാക്കി മേളിലേക്ക് പൊങ്ങി വരും. ഇത് ഡൗൺ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാക്കി താഴേക്ക് ഇറങ്ങി വരും. ഇത് ഈ പൊസിഷനിൽ ഇട്ട ശേഷം വേണം ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇത് ഈ പൊസിഷനിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ ജാക്കി വർക്ക് ചെയ്യില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ജാക്കി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഈ പൊസിഷനിലും, എയർ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഈ പൊസിഷനിലും ആയിരിക്കണം. ഈ 2 സ്വിച്ചിനും 3 പൊസിഷനുണ്ട്. ഇത് ന്യൂട്രൽ പൊസിഷനാണ്, ഇത് ജാക്കിയുടെ പൊസിഷൻ, ഇത് എയറിൻ്റെ പൊസിഷൻ. ഇത് ജാക്കിയുടെ പൊസിഷനിലേക്ക് ഇട്ട ശേഷം ഇതിൻ്റെ അപ്പും ഡൗണും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് 3 പൊസിഷൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എയറിൻ്റെ പ്രഷർ എത്ര ടയറിനകത്ത് ഉണ്ടെന്നുള്ളത് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെറിയ ഫുട്ബോള്, അതുപോലുള്ള സൈക്കിള്, അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ കാറ്റടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ സൈഡിൽ ഒരു ടൂൾ കിറ്റ് ഒരു വെച്ചിട്ടുണ്ട്. ചെറിയ ടോയ്സിനൊക്കെ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഫ്യൂസ് സ്പെയർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അലങ്കിയും അവർ സ്പെയറായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഐബെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ടൂളാണ്. ഇത് പക്ഷേ വളരെയധികം ഉപകാരമുള്ള ഒരു ടൂളാണ്. മറ്റൊരു ടൂൾ എന്ന് പറയുന്നത്, ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ടൂളായിട്ട് തോന്നും. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ വീൽനട്ട് വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മളിവിടെ വർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. വണ്ടിയുടെ വീൽനട്ട് നമുക്ക് ഈ ബോക്സിനുള്ളിൽ ഇട്ട ശേഷം ഇത് വീൽനട്ടിലേക്ക് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീൽനട്ട് ഈസി ആയിട്ട് അഴിക്കാം. ഈ സെയിം കേബിൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ചാർജർ പോയിന്റ് കൊടുക്കുക, മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ കൊടുത്ത ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്നുള്ളത്, നമുക്ക് ഈ പറയുന്ന കണക്ഷൻ നമുക്ക് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യാൻ, ഡയറക്റ്റ് ബാറ്ററിയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ക്ലിപ്പ് നമുക്ക് ബാറ്ററി കൊടുത്ത ശേഷം ഈ പറയുന്ന ഫീമെയിൽ കണക്ഷൻ കൊടുത്ത് നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഉപയോഗിക്കാനുള്ള ഇത്. ബോക്സ് അത്യാവശ്യം പോകുന്ന വണ്ടികൾക്ക് എല്ലാ സൈസിലുള്ള ബോക്സും ഇതിനുള്ളിലുണ്ട്. 21 ഉണ്ട്, 19 ഉണ്ട്, ഈ 2 അതിൽ 17 ഉണ്ട്. ഈ ബോക്സിലാണ് സാധാരണ നമുക്ക് വണ്ടികൾക്കെല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അതിൽ 23 കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ടൂളിൻ്റെ കൂടെ ഉള്ളത് നമുക്കൊരു ഹാമറാണ്. നമുക്ക് ഗ്ലാസ് പോലെ എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ ഒരു നൈഫും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.